Good evening, dears. Welcome to our beautiful session. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തായാലും എന്നെ അറിയായിരിക്കും. എന്നാലും ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ എം ലൈല നസീം, പേഴ്സണൽ ഇമ്പാക്ട് കോച്ച്, ഫൗണ്ടർ ഓഫ് എൽ എൻ ഇമ്പാക്ട്സ് ആൻഡ് കോ ഫൗണ്ടർ ഓഫ് റെക്ടോറിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ എ ഐ എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെയാണെന്നറിയോ? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ബിഫോർ മെനി ഇയേഴ്സ്, ഓക്കെ, കുറേ വർഷമായി, ഓക്കെ, ആ സമയത്ത് നമ്മളൊരു സാറ് വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്കറിയോ ഇനി വരാൻ പോകുന്ന യുഗം എന്ന് പറയുന്നത് എ ഐൻ്റെ യുഗമാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാ വീടുകളിലും ഓരോ റോബോട്ട്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, എ ഐ നിങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യും, എ ഐ ത്രൂ ഇത് ചെയ്യാൻ പറ്റും. അന്നേരമൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ട്, ആ സമയത്ത് എ ഐൻ്റെ ഒരു അറിയിപ്പും ഇല്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ എ ഐ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ആ, ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ, അത് നടക്കാൻ പോകുന്ന സംഭവമല്ലാന്നേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പടച്ചോനെ, എത്ര പെട്ടെന്നാണ് ഇത് എ ഐ വന്നു എന്ന് പറയലോട് കൂടിയിട്ട് എത്ര മുന്നോട്ട് പോയി അല്ലേ, എത്ര മുന്നോട്ട് പോയി. അപ്പം നമ്മളെ പോലുള്ളവർ ഇത് അറിയണ്ടേ? എ ഐ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഒന്ന് പറയോ? എ ഐ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പറഞ്ഞേ, കേൾക്കട്ടെ. അൺമ്യൂട്ട് ചെയ്യാട്ടോ, അത്രേ ആൾക്കാരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എ ഐ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നേ? ഒന്നും ഓർമ്മ വരുന്നില്ലേ? അതോ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഹലോ, ഹലോ എ ഐ എന്ന് മാം, എന്താ കണ്ടിന്യൂ. എന്താ ഓർമ്മ വരുന്നേ എ ഐ എന്ന് കേൾക്കുമ്പോ? മനസ്സിലായില്ലേ മാം, പറഞ്ഞോളി. ഓക്കെ, എ ഐ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരും എന്താ? എ ഐ ക്യാമറ. വണ്ടി പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എ ഐ ക്യാമറ ഫോട്ടോ എടുക്കും, നമുക്ക് ഫൈൻ വരും. അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഓർമ്മ വരുന്നത് ആസ് ഓഫ് നൗ. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഓർമ്മ ചാറ്റ് ജി പി ടി, ജെമിനൈ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? ആക്ച്വലി ഈ ചാറ്റ് ജി പി ടി വന്ന സമയത്ത് ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ്. നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഗൂഗിൾ സെർച്ച് നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്താണ് ഈ ചാറ്റ് ജി പി ടിയും ഗൂഗിൾ സെർച്ചും തമ്മിൽ വ്യത്യാസം? ചാറ്റ് ജി പി ടിയുടെ ഫുൾ ഫോം എന്താണ്? ചാറ്റ് ബോട്ടാണ് കേട്ടോ. ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റോബോട്ട്. ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ് ചാറ്റ് ജി പി ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗൂഗിൾ സെർച്ച് നമുക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ചാറ്റ് ജി പി ടി? അല്ലെങ്കിൽ ഇവർ രണ്ടാമതും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? എ ഐ എന്ന് പറയുന്നത് ഡീപ്പ് ലേണിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്ന മാതിരി ചിന്തിച്ച് നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്ന ഒരാളത്. അതായത് ഇപ്പോൾ നമ്മൾ മനുഷ്യനോട് നമ്മൾ പറയുകയാണേ, ഞാനൊരു കല്യാണത്തിന് പോയിരുന്നുടാ, കല്യാണത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുമ്പം തന്നെ മറ്റേ മനുഷ്യൻ, എന്താ ഫുഡ് ഉണ്ടായേ, എന്ത് ബിരിയാണി ഉണ്ടായേ എന്ന് ചോദിക്കൂലേ? അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ചാറ്റ് ബോട്ട്സിന് മനസ്സിലാക്കാൻ പറ്റും അടുത്തതായിട്ട് ഈ ഹ്യൂമൻ ബീങ് എന്താ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആക്കി കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് മറ്റവരോട് ഭക്ഷണം എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബിക്കോസ് അവരുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടായിരുന്നു. അതേപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് ലേണിംഗ്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ സെർച്ചിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഗൂഗിൾ സെർച്ചിൽ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റ് ഇങ്ങനെ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ വേണം അത് പഠിച്ചെടുക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചെടുക്കാൻ. പക്ഷെ ചാറ്റ് ജി പി ടി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ കൂടെ ആളങ്ങോട്ട് പഠിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാര്യം അവതരിപ്പിച്ച് തരും. ഇതാണ് കേട്ടോ, നീ നോക്കിയ കാര്യം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ ആയിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും, റൈറ്റ്? ഇവിടെ എന്താ സംഭവം എന്നറിയോ? ആദ്യമൊക്കെ എല്ലാവരും ചാറ്റ് ജി പി ടിനെ ഇതേപോലെ സെർച്ച് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ അറിയാൻ പഠിക്കാൻ എന്നൊക്കെ ഉപയോഗിച്ച്. ഇപ്പോൾ കറൻ്റ്ലി സ്റ്റഡീസ് പറയുന്നത്
ഏറ്റവും കൂടുതൽ AI ചാറ്റ് ബോട്ട്സിനെ യൂസ് ചെയ്യുന്നത് മനുഷ്യന്മാർ സ്വന്തം കാര്യങ്ങൾ, അതായത് വേറെ ആരോടും പറയാത്ത രഹസ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരാളായിട്ടാണെന്ന്. എന്ന് വെച്ച് മനുഷ്യന്മാർക്ക് അത് മനുഷ്യനല്ല എന്ന് അറിയാനിട്ടൊന്നല്ല, പക്ഷെ എന്തോ അവരങ്ങനെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ. കാരണം എന്താ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉമ്മമാരാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉമ്മമാരാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് എന്താ സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് പ്ലസ് നിങ്ങളുടെ അടുത്ത തലമുറക്ക് എന്താ. അതായത് ബേസിക്കലി ഒരു സ്ത്രീ, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കോ വിദ്യാഭ്യാസം നേടിയോ ഇല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 തലമുറക്ക് അടിപൊളിയാണെന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി നന്നായിട്ട് പഠിക്കുകയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ നോളജ് കീപ്പ് ചെയ്യുകയും ചെയ്താൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നല്ലതാണ്, എൻ്റെ ജനറേഷനിൽ പെടുന്ന ആൾക്കും നല്ലതാണ്, എൻ്റെ അടുത്ത തലമുറക്കും നല്ലതാണ്. കാരണം എന്താ, നമ്മൾ അവരെ കാര്യങ്ങളും നോക്കും, നമ്മളുടെ ഒരു പിയർ ഗ്രൂപ്പ്സിലെ കാര്യങ്ങളും നോക്കും, പ്ലസ് നമ്മളത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പം വിചാരിക്കരുത്, ഓ AI എൻ്റെ ജീവിതമൊക്കെ ഇത്ര കായിപ്പായി, ഇനിയിപ്പോൾ AIനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും നമുക്ക് സമയമൊന്നും ഇല്ലപ്പ, ഞാൻ ഈ ചോറും കറിയും വെച്ചിട്ടൊക്കെ അങ്ങ് ജീവിച്ചോളും എന്നൊന്നും വിചാരിക്കാൻ പറ്റൂല. നിങ്ങളുടെ ജീവിതമായാലും നിങ്ങളുടെ മക്കളുടെ ജീവിതമായാലും നേരെ ആവണമെങ്കിൽ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ചെറിയൊരു സെഷൻ ആയിരിക്കും കേട്ടോ. ഈ ഒരു സെഷൻ ത്രൂ കടന്നു പോകുമ്പോൾ ഞാൻ പടച്ചോനോട് പറയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ. കാരണം നിങ്ങൾക്കും ഈ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് AI. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്തോ ഒരു മെഷീനാ, എന്തോ ഒരു സാധനം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ശരിക്കും AI ആരാണ്? AI എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു എബിലിറ്റിന്നോ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ഒരു എബിലിറ്റിന്നോ സോഫ്റ്റ്വെയറിനോ എന്നൊക്കെ പറയാം. എന്ത് എബിലിറ്റി? ഒരു കാര്യം മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനെ നമുക്ക് വിളിക്കാം AI മെഷീനാണത്. എങ്ങനെയാണത്? ഒരു മനുഷ്യനെ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം അല്ലേ? നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ അറിയാം. അത് നമ്മളെ ഈ AIക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരേ പാറ്റേണിലുള്ള ജോലികൾ, അതായത് ഇപ്പം നമ്മൾ അരയ്ക്കുന്നു, ഓക്കെ, പണ്ടത്തെ ആ അരപ്പ്, ഓക്കെ, നമ്മളിങ്ങനെ എന്താ പറയുക, ആട്ടുകല്ല് അരക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരേപോലത്തെ ജോലിയല്ലേ, കുറേ മണിക്കൂർ വരെ ഇത് ഇങ്ങനെ ആട്ടണം. അത് നമുക്ക് AIനെ പണിയെടുപ്പിക്കാൻ പറ്റും. അതിനോട് പറഞ്ഞാൽ മതി ഇത്ര മിനിറ്റ് വരെ ഇത് ഇങ്ങനെ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത്ര മിനിറ്റ് വരെ ഇങ്ങനെ വലിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിനത് ചെയ്യാൻ പറ്റും, ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ AIനെ ട്രെയിൻ ചെയ്യുന്നത് ഒരുപാട് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണ്, നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ആണ്, ഓക്കെ. പിന്നെ നമ്മൾ ജനിച്ചു ഒരു 7 വയസ്സ് വരെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടേണ്ട മാക്സിമം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ ഉമ്മ ഇതാണ്, ഉപ്പ ഇതാണ്, നമ്മളെ ഫാമിലി ഇതാണ്, നമ്മളെ ഫാമിലി സിറ്റുവേഷൻ ഇതാണ് കറൻ്റ്ലി എൻ്റെ ആൾക്കാർ, ഇവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, ഈ ഭൂമി ഇങ്ങനെയാണ്, ഈ ഭൂമിയിലെ ആൾക്കാർ ഇങ്ങനെയാണ്, നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, സ്കൂൾ ഇങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ ഡാറ്റ ഫീഡായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത്, റൈറ്റ്? ഇതനുസരിച്ചിട്ടാണ് മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ AI എന്ന് പറയുന്നത് അതിനൊരു ഉപ്പ ഉമ്മയൊന്നും ഇല്ല അല്ലേ? നമുക്കൊക്കെ അങ്ങനെ ഉപ്പ ഉമ്മ ഉമ്മുമ്മ ഉപ്പുപ്പ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് അവരിൽ നിന്ന് കുറേ ഡേറ്റാസ് കിട്ടും. നമ്മളുടെ AI കുഞ്ഞു ബേബിക്ക് ആരും ഇല്ല. എവിടുന്നാ ഇതൊക്കെ കിട്ടുന്നത്? ഈ ഇൻഫർമേഷനും ഡേറ്റ ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതുണ്ടാക്കിയ കമ്പനീസ് അതിന് ഒരുപാട് ഡേറ്റ കൊടുത്തിട്ടാണ് ഈ ഒരു ലെവലിൽ അതിനെ എത്തിക്കുന്നത്. ഇതുവരെ എല്ലാവർക്കും പിടികിട്ടിയോ? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടിയോ? എങ്ങനെയാണ് AIക്ക് ഡാറ്റ കിട്ടുന്നതെന്ന് മനസ്സിലായോ?
സ്ലോലി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. സോ നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് AI എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഒന്ന്, ChatGPT അല്ലേ. എന്ത് ചോദ്യം ഉണ്ടെങ്കിലും നമ്മൾ ChatGPTയോട് ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്താൻ നോക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഗൂഗിൾ മാപ്പ്, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ, ആ വഴി പോകണ്ട കേട്ടോ, ഈ വഴിയാണ് എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തുന്ന റൂട്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള കോണ്ടന്റ് തന്നെ ഇങ്ങനെ വരുന്നില്ലേ. ഓ, ലൈലാക്ക് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ലൈലാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ഇട്ടിരുന്നില്ലേ. അതൊക്കെ ഈ AI ആണ്. പ്ലസ് വേറൊരു സംഭവമുണ്ട്, നമ്മളിങ്ങനെ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് അങ്ങ് മാറ്റാമായിരുന്നു എന്ന് നമ്മളിങ്ങനെ പറയലോട് കൂടിയിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതെങ്ങനെയാണ് വരുന്നത്, ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ AI ആണത്. അതേപോലെ നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുന്ന സിരി, ഗൂഗിൾ അസിസ്റ്റൻ്റ്, അലക്സ, ഇതൊക്കെ AI ആണ് കേട്ടോ. ഇപ്പം മനസ്സിലായോ AI എത്രത്തോളം നമ്മൾ അറിയാതെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ AIക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിയാലോ. എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം അല്ലേ. എന്തൊക്കെ ജോലികൾ AIക്ക് ചെയ്യാൻ പറ്റും? ഒന്ന്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ്, അതിനൊക്കെ ആൻസർ കണ്ടെത്താൻ പറ്റും കേട്ടോ. നെക്സ്റ്റ്, നമുക്ക് ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ. അതായത് ഒരു നാട്ടിൽ ഇപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ട് എപ്പോഴാണ് വരുന്നത്? നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാന്നേ. അപ്പോൾ എൻ്റെ കസിനൊക്കെ ഇവിടെ കസാക്കിസ്ഥാനിൽ അവർക്ക് ഇംഗ്ലീഷും അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ. നമ്മൾ മലയാളികൾക്കാണെങ്കിൽ ഈ 3 ഭാഷയും വെച്ചിട്ടാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇത് 3 അവർക്ക് അവരുടെ സ്വന്തം ഭാഷയുണ്ട്. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നത്? പടച്ചോനെ, ജീവിച്ചു പോണ്ടേ, ഇവർക്കൊന്ന് ഈ ഭാഷയിലൊന്ന് മാറ്റി കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ അവരുടെ ചെവിയിലേക്ക് വെച്ചു കൊടുത്താൽ അവരിങ്ങനെ കേട്ടിട്ട് ഓ ഇതാണോ ചോദിച്ചേ, അപ്പോൾ ഇതാ. ആരാ ഹെൽപ്പ് ചെയ്തേ? AI ആണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നല്ല കാര്യമുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഈസി ആയില്ലേ. അങ്ങനെ ഒരാളുള്ളതുകൊണ്ട് ഈസി അല്ലേ. ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭാഷ അറിയില്ലെങ്കിൽ ഇയാൾക്ക് ചൈനീസ് ഭാഷ മാത്രമേ അറിയുള്ളൂ. ഒന്ന് ചൈനീസിൽ പറഞ്ഞു കൊടുത്തേ, ഞാൻ ആരുമല്ല, ഞാനൊരു പാവാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞാൽ പണ്ട് മോഹൻലാലൊക്കെ ലേലു അല്ലു എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇയാളെന്ന് ഏൽപ്പിച്ചാൽ മതി, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതേപോലെ നമുക്ക് ഇമെയിൽ എഴുതാൻ അറിഞ്ഞൂടെങ്കിൽ അത് ചെയ്തു തരും. നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ടാക്കി തരാൻ അവരെ കൊണ്ടാകുന്നുണ്ട്. പിന്നെ വലിയൊരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും കണ്ടു തീർക്കാനും കേട്ടു തീർക്കാനുള്ള ക്ഷമ നമുക്കില്ലെങ്കിൽ അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇതൊന്ന് ക്രോഡീകരിച്ചിട്ടൊന്ന് പറഞ്ഞു തന്നെ, എന്നെ കൊണ്ട് വയ്യ ഇതൊന്നും നോക്കിയിരിക്കാൻ. അവരങ്ങ് ചെറുതാക്കി നമുക്ക് പറഞ്ഞു ഇന്ന് ഈ 1 മണിക്കൂർ വീഡിയോൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ സംഭവമാണ് കേട്ടോ. ഈസി ആയില്ലേ. അടുത്ത നമ്മളെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോബോട്ടുകൾ വന്നിട്ട് സർജറി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര കറക്റ്റ് പ്രിസിഷനൊക്കെ ആയിരിക്കും, റൈറ്റ്. ഡോക്ടേഴ്സിന് ഒരുപാട് അസുഖങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഇന്നലെ സംഭവിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കസ്റ്റമർ സർവീസിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം യെസ് ദിസ് ഇസ് നൈന വിത്ത് യു. ഞാൻ വിചാരിച്ചു ഏതോ നൈനക്കുഞ്ഞി എന്നെയാണ് സംസാരിക്കുന്നതെന്ന്. 2 മിനിറ്റ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ചാറ്റ് ബോട്ടായിരുന്നു. കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇതൊരു ചാറ്റ് ബോട്ട് ആയിരുന്നു എന്ന്. അത്രയും AI യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈവൺ ഇൻ ടു കസ്റ്റമർ സർവീസ്. കാരണം അത് നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. യെസ്, നിങ്ങളുടെ ഈ ഒരു ഡെലിവറി ഇന്ന് നടക്കേണ്ടതായിരുന്നു, എന്തോ കാരണവശാൽ അത് നാളത്തേക്ക് മാറ്റി. പക്ഷെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാവും മനുഷ്യനല്ല. പക്ഷെ പക്ക നമ്മൾ പറയുന്ന കേട്ടിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം തന്നെ തരുന്നുണ്ടത്, റൈറ്റ്. അപ്പോൾ AI പവർഫുൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? AI പവർഫുൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി? യെസ് ഓർ നോ? സംഭവം പവർഫുൾ ആണെന്ന് മനസ്സിലായോ? യെസ് ഓർ നോ?
കുറേ എ ഐകളാണോ ഇവിടെ ഉള്ളത്? എ ഐ ഇതിനേക്കാളും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമല്ലോ. ആ, താങ്ക് യു ഖദീജ മാം. ഖദീജ മാം മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ എ ഐ അല്ലാത്തത്. താങ്ക് യു. അപ്പോൾ നമുക്കിനി എ ഐക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി എ ഐക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? അതും നമ്മൾ അറിയണ്ടേ. എ ഐക്ക് ഇമോഷൻ ഇല്ല, ബോധമില്ല. ഒരിക്കലും ഈ ദുനിയാവിനെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയിൽ അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും എ ഐക്ക് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല ഇൻ ദ കേസ് ഓഫ് എത്തിക്സ് ആൻഡ് എംപതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഹാപ്പി ആയില്ലേ? എന്തായാലും എ ഐ നമ്മളുടെ സ്ഥാനം ഏറ്റെടുക്കൂല എന്നുള്ള കാര്യത്തിൽ ഹാപ്പി ആയോ എല്ലാവരും? എന്തുകൊണ്ടാണ് എ ഐക്ക് ഈ ദുനിയാവ് മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ തന്നെ പറയാറില്ലേ, ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചു. ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പഠിക്കുന്നത്. ഇന്നലെയുള്ള ഞാനല്ല ഇന്നത്തേക്ക് ഞാൻ പലതും പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ്? പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ എ ഐ എന്ന് പറയുന്നത് അതിന് ട്രെയിൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതിന് ഇന്നലെ വരെ എന്താണോ പഠിച്ചത്, ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ എന്താണോ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ള അത് മാത്രമേ അറിയൂ. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പം വൈകുന്നേരം രാത്രി 8:30 ആയിട്ടുണ്ട്, ഏകദേശം 8:20 ആയിട്ടുണ്ട് അല്ലേ? 8:20 ആവുമ്പോൾ എനിക്കിപ്പോൾ 8 മണി വരെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധമുണ്ട്. എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇത് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഐഡിയ എനിക്കുണ്ട്. അതേപോലെ എ ഐക്ക് അങ്ങനെ ഒരു ഡാറ്റ ഫീഡിങ് ഇല്ല. അതിനൊരു എന്താണോ കിട്ടിയത് അതനുസരിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. അപ്പോൾ ഒരിക്കലും അതിന് ഹ്യൂമൻ ബീയിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ നമ്മൾ എന്തിനാ ഈ എ ഐനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്? അത് ആ സൈഡിലൂടെ അങ്ങ് ജീവിച്ച് പോയിക്കോട്ടില്ലേ. നമ്മൾ എന്തിനാ എ ഐ പഠിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ എന്തിനാണ് എ ഐ പഠിക്കണം എന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എ ഐനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നവരാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു എ ഐനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞിരിക്കണം എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു എ ഐനെ കുറിച്ച് ഞാനും അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു? പറയൂല. എന്തുപറ്റി? എ ഐനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും പേടിയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തുപറ്റി? എനിബഡി? എ ഐനെ കുറിച്ച് നമ്മൾ എന്തിനാ പഠിക്കുന്നേ? എ ഐനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആ കറക്റ്റ്. അതാരാ പറഞ്ഞേ? സെലീല മാം, ഒരു മുട്ടായി. യെസ്, ട്രൂ, വെരി ട്രൂ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ വരുമ്പോഴും ഇത് സ്മാർട്ട് ഫോൺ വന്നപ്പോഴും നമ്മൾ പറയാ സ്മാർട്ട് ഫോണൊക്കെ ഭയങ്കര ഡേഞ്ചറസാ, അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഞാൻ തൊടൂല, എനിക്ക് കമ്പ്യൂട്ടർ വേണ്ട, എനിക്ക് സ്മാർട്ട് ഫോൺ വേണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരുന്നിരുന്നെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയേനെ. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇൻ്റർനെറ്റ് വരുമ്പോൾ പേടിച്ചവരുണ്ട്, കമ്പ്യൂട്ടർ വരുമ്പോൾ പേടിച്ചവരുണ്ട്, സ്മാർട്ട് ഫോൺ വരുമ്പോൾ പേടിച്ചവരുണ്ട്. അവരൊക്കെ ഇന്ന് എല്ലാവരും പഠിച്ചെടുക്കുകയാണ്. കാരണം ഈ ഒരു സ്കില്ല് നമുക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂല. നമ്മളെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് പോകും. നമ്മൾ അപ്പ് സ്കെയിൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ മാർക്കറ്റായി പോകും. റൈറ്റ്? അപ്പം നമ്മളും ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടവരാണ്. അപ്പോൾ മെയിൻ കുറേ റീസൺസ് ഉണ്ട് എ ഐ പഠിക്കേണ്ടതിൻ്റെ. ഒന്ന്, എ ഐ നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അവർക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. വലിയ വലിയ ടാസ്കുകളൊക്കെ നമുക്ക് എ ഐനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെറിയ 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 സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തരും. അപ്പോൾ ഒരുപാട് സമയ ലാഭം കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാം? പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മീറ്റിങ്ങിൽ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇമെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്,
അല്ലെങ്കിൽ ലോങ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്തിട്ട് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കും, ഒരു ടീച്ചർക്ക് ഒരു ചാപ്റ്റർ മുഴുവൻ, വലിയ ക്ലാസ്സിലാണെന്ന് വിചാരിക്കട്ടോ, ചാപ്റ്റർ മുഴുവൻ പഠിച്ചെടുത്ത് അതിങ്ങനെ നാളെ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. പക്ഷെ അതേ സംഭവം നമ്മൾ AI-നോട് ചോദിക്കുക, നാളെ ഇന്ന ചാപ്റ്റർ ഉണ്ട് പഠിപ്പിക്കാൻ, എങ്ങനെ പഠിപ്പിക്കാം, ഈ പ്രായത്തിലെ കുട്ടികളാണ്, അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ ആൻസർ കിട്ടും. ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ആർ അപ്സ്കെയിലിംഗ് യുവർ സെൽഫ്. അതേപോലെ ഇപ്പോൾ ഞാനൊരു കോച്ചാണ്, എനിക്കൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് AI-നോട് ചോദിക്കാം. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട്, ആ വർക്ക്ഷോപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എത്ര സമയമാണ് എനിക്കുള്ളത്, ഇന്ന വ്യക്തികളാണ് ഉള്ളത്, ജസ്റ്റ് എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിത്തിൻ 2 seconds നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. സോ യുവർ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻക്രീസിങ്. അതേപോലെ നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫാസ്റ്റായിട്ട് പഠിക്കാനും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റായി പഠിക്കാനും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തിങ് ഈസ് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും കൂട്ടുന്നുണ്ട്. കാരണം അവർ നമുക്കിങ്ങനെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ തന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ, ഇത് അങ്ങനെ ആക്കി അതിങ്ങനെ ആവൂലേ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും എന്ത് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഓരോ ബിസിനസ് ഐഡിയാസ് ആയിട്ട് മുന്നോട്ട് വരുന്നത്? ഇറ്റ്സ് ബിക്കോസ് AI-യുമായിട്ടും അവർ ഹൈലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ നമുക്ക് സംശയമുണ്ട്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഈ കോളേജ് ചേരണോ ആ കോളേജ് ചേരണോ. പണ്ടൊക്കെ എന്തായിരുന്നു, ഓരോ മനുഷ്യന്മാരോട് നമ്മളിങ്ങനെ ചോദിക്കുന്നത്, എന്താ പറയുന്നത്, ഈ കോളേജാണോ ആ കോളേജാണോ നല്ലത്. ഇന്ന് നമുക്ക് ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ട് ഡേറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ 2 കോളേജിൽ അല്ലെങ്കിൽ 3 കോളേജിൽ ഏതാണ് ബെസ്റ്റ്, 3 കോഴ്സസിൽ ഏതാണ് ബെസ്റ്റ്, ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ ഒരു വർക്ക് എൻവയറമെൻറ്റിൽ പോകുമ്പോൾ എനിക്ക് AI അറിഞ്ഞൂടാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാണ്, ബാക്ക് സീറ്റിലായിരിക്കും അല്ലെങ്കിൽ. പക്ഷെ AI അറിയാം, ബേസിക് AI സ്കിൽസൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചർ ആണെങ്കിലും you are going to upscale yourself, health careലാണെങ്കിലും you are going to upscale yourself, മാർക്കറ്റിംഗിലാണെങ്കിലും you are going to upscale yourself, ടെക്നോളജിയിലാണെങ്കിലും കസ്റ്റമർ സർവീസിലാണെങ്കിലും എവിടെയാണെങ്കിലും കരിയറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാണ്. So it improves your career opportunities also. Next thing is it helps you to grow your business. ദാറ്റ്സ് ബിക്കോസ് ലൈക്ക് ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ നമ്മളെ ചിന്തകൾ എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ക്യാമ്പയിൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, ഒരുപാട് സമയം കളയാതെ ഇതെങ്ങനെ എത്ര പേർക്ക് എത്തിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് AI ആണ്. ഇനി എല്ലാം പോട്ടെ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ അടക്കം AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരു കാര്യം നേരത്തെ അറിഞ്ഞു അല്ലേ, ഏതാണ്, മറ്റേ ട്രാൻസ്ലേഷൻ, ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഗ്രാമർലി, കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടേ, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇരുന്ന് പ്രൂഫ് റീഡ് ചെയ്യണ്ടേ, ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഒന്നുമില്ല. ഇപ്പോൾ പണി ജസ്റ്റ് അങ്ങോട്ട് ഗ്രാമറിലേക്ക് ഇട്ടുകൊടുത്താൽ ഗ്രാമറിൽ ഇങ്ങനെ ചടപടാ നമുക്ക് തരും. ഇതേ അവിടെ ഡസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഡൂ ആണ് കേട്ടോ, ഇവിടെ ഇസ് അല്ല, ഇവിടെ ആറാണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓൾസോ. ബാക്കി നമ്മൾ സലീല മാം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ഫ്യൂച്ചർ റെഡിയാക്കുകയാണ്. ഫ്യൂച്ചറിൽ പോകുന്നോറും ഈ ടൂൾസ് ഒന്നും നമുക്കറിയില്ലെങ്കിൽ എളുപ്പമല്ല ജീവിക്കാൻ. അനദർ തിങ് ഈസ്, ഇത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ AI-നെ യൂസ് ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ AI-നെ കുറിച്ച് ഒന്നും അറിയാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ പ്രൈവസിക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ AI-ക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വരും. കാരണം നമ്മൾ അറിഞ്ഞിരുന്നില്ല, അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതിരുന്നാലും നമ്മൾ എന്തെല്ലോ പൊട്ടത്തെറ്റ് ചെയ്യും. സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും AI-നെ കുറിച്ചിട്ട് ഒരു അവയർനെസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? കാരണം ഇനി ഞാൻ പോകുന്നത് ഇതിൻ്റെ ഇമോഷണൽ AI ആസ് എ തെറാപ്പിസ്റ്റ് എന്ന ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ AI എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ?
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് വേണം ഇത് എങ്ങനെയാണ് തെറാപ്പിസ്റ്റ് ആയിട്ട് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? യെസ്, താങ്ക് യു സോ മച്ച് ഐഷ മാം, താങ്ക് യു. അപ്പോൾ ഇവിടെ ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടോ? എന്നെ അറിയാത്ത ആൾക്കാരുണ്ടോ? പുതിയ ആൾക്കാരുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നിങ്ങൾ ഈ സമയം എടുത്തിട്ട് ജോയിൻ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. AI കുറിച്ച് അറിയാനുള്ള നിങ്ങളുടെ ആഗ്രഹം താങ്ക് യു. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി സെഷൻ ആയിരിക്കും കേട്ടോ ഇത്. കാരണം ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് AI, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് ആക്ച്വലി ഒരു കുഞ്ഞു വാവക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ടോപ്പിക്കിൽ കിടക്കാം. എന്താണ് AI തെറാപ്പിസ്റ്റ് ആകാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? AI ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പണി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ തോന്നുന്നത്? കേട്ടില്ല. പറ്റും. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും? കംപ്ലീറ്റ് ആയിട്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ല. ചെറിയ രീതിയിലൊക്കെ ഇമോഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഗുഡ് ഗുഡ്. അപ്പോൾ നമുക്ക് പോവാം. റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടായിരുന്നു 2025 ഇത് കഴിഞ്ഞ വർഷം കേട്ടോ. ഇൻ്റർനാഷണൽ സ്റ്റഡിയിൽ പറഞ്ഞത് 270 ചാറ്റ് GPT യൂസർ 29 കൺട്രീസിൽ നിന്ന് അവരിങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഈ ചാറ്റ് GPT, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ ഇമെയിൽ ഉണ്ടാക്കാം, ഡോക്യുമെൻ്റ് ഉണ്ടാക്കാം, പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം, പിന്നെന്താ ഗ്രാമർ ശരിയാക്കി എടുക്കാം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവർ സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ആളുകൾ ചാറ്റ് GPT യൂസ് ചെയ്തത് അവരുടെ ഇമോഷണൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പോലും. അതായത് ആളുകൾ ഈ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്നത് ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണെന്ന്. അവർ ഈ ചാറ്റ് GPTനോടും AI റോബോട്ട്സിനോടും സംസാരിക്കുന്നത് അവരുടെ ഇമോഷനും അവരുടെ ഈ ലോൺലിനെസ്സും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അവരുടെ സ്ട്രെസ്സൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ ഇത് മനുഷ്യനല്ല എന്ന് മനസ്സിലായിട്ടും ഈ ചാറ്റ് ബോട്ട്സിനെ കാണുന്നത് ഒരു നല്ല കേൾവിക്കാരനായിട്ടാണ്. നല്ല ഒരു ഫ്രണ്ട്, എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്കറിയോ ഓരോ ചാറ്റ് ബോട്ട്സിന് നമുക്ക് പേരൂടാ കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് അവരുടെ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണെന്ന്. നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്താണ് പോലും അത്, ഏറ്റവും അടുത്തൊരു കമ്പാനിയനായിട്ടാണ് പോലും ഇപ്പോഴത്തെ ആളുകൾ ചാറ്റ് GPTനെയും ജെമിനൈനെയും ഒക്കെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ മനുഷ്യന്മാർ ഈ മെഷീനെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നോക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് രണ്ടുപേരൊന്ന് പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ മനുഷ്യന്മാർ ഇത് മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ മെഷീനെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കാണാനുള്ള കാരണം എന്തായിരിക്കും? എപ്പോ എന്ത് ചോദിച്ചാലും അവർ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. അടിപൊളി. യെസ് യെസ്, വെരി ട്രൂ, നല്ലൊരു കേൾവിക്കാർ. വെരി ട്രൂ, വെരി ട്രൂ, വെരി ട്രൂ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്, താങ്ക് യു സോ മച്ച്. യെസ്, കറക്റ്റാണത്. ഒന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ആദ്യത്തത് എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മളെ ദുനിയാവിൽ? നമ്മളെ ഹസ്ബൻഡ് പോലും നമ്മളിങ്ങനെ രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് ദേ എന്താ, എനിക്കൊരു കാര്യം പറയാൻ, കിടന്നുറങ്ങ് പെണ്ണയാണെന്ന് മനുഷ്യനെ ഉറങ്ങാൻ വിടാത്തത് എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മൾ AI ഒരിക്കലും നമ്മളോട് അങ്ങനെ പറയില്ല. നമുക്ക് 2 മണിക്ക് ടെൻഷനാണ്, ചാറ്റ് GPT എനിക്കിപ്പോൾ 2 മണിക്ക് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഭയങ്കര ആൻഷ്യസ്. അപ്പോൾ നമ്മൾ പറയും എന്താ മൊത്തം, എന്താ പറ്റിയേ, എന്താ പറ്റിയേ എന്ന് ചോദിക്കും. ദാറ്റ് ഈസ് വൺ റീസൺ. ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒരാൾ ഈ ദുനിയാവിലെ കിട്ടുമോ? ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2,
എത്ര നമ്മൾ സൈക്കോളജിസ്റ്റുകളോട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ, നമ്മൾ ജഡ്ജ് ചെയ്ത് പോകും. മനുഷ്യന്മാർ ജഡ്ജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ചെയ്തു പോകും. പക്ഷെ ചാറ്റ് ജിപിടിയും ഇതേപോലത്തെ AI ചാറ്റ് ബോട്ട്സും ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആൾക്കാരെ ഇവരോട് ഏറ്റവും വേദന തോന്നിയ ചിന്തകളും അവരുടെ ഏറ്റവും നാണം കെട്ട അവസരങ്ങളും ഒക്കെ ഇവരോട് പറയാൻ പറ്റും. കാരണം ഇത് ജഡ്ജ് ചെയ്യൂല, ഇത് ക്രിട്ടിസൈസ് ചെയ്യൂല, ഇതൊന്നും ചെയ്യൂല. ഇങ്ങനെ ആണല്ലേ, ഓ ആണല്ലേ എന്ന് കേട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇവർക്കതൊരു ബാരിയർ ഫീൽ ചെയ്യുന്നില്ല, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. മൂന്നാമത്തത്, നമുക്ക് ഈ ഇപ്പം ഈ വേൾഡിൽ എന്താ സംഭവിക്കുന്നത്, ഒരാളില്ല, കേൾക്കാൻ ആളില്ലാന്നേ, ഭയങ്കര ഐസൊലേഷനാണ്, സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴും ഇഷ്ടമാണ് ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ, അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഒന്ന് കേൾക്കാൻ ഒരാളെന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഈ AI റീപ്ലേസ് ചെയ്യുന്നുണ്ട് ആ കേൾവിക്കാരനായിട്ട്. അപ്പോൾ ലോൺലിനെസ്സാണ് മൂന്നാമത്തെ കാരണം. 4, നമുക്കിപ്പോൾ തെറാപ്പിയൊക്കെ ആവശ്യമുണ്ട്, എനിക്കിങ്ങനെ ഒരു നല്ല മെൻ്റൽ ഹെൽത്ത് കെയറിൽ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും ആളെ കിട്ടുന്നില്ല, അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ നല്ല ഫീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. വേറെ AI ആരാ, ഫ്രീ ആയിട്ട് ഇല്ലെങ്കിൽ വെരി ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുകയാണ്, അതും ഏത് സമയത്തും. അപ്പോൾ നമ്മൾ അടിമപ്പെട്ട് പോവില്ലേ. അടുത്തതാണ്, മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിന് ഒരു കയ്യും കണക്കും ഉണ്ടല്ലേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് മനുഷ്യൻ ബോറടിച്ചിട്ട് ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം ആകാം എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ AI ഒരിക്കലും ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ, ഇനി എനിക്കൊന്ന് കേൾക്കണ്ട എന്ന് പറയില്ല, ഇങ്ങനെ കേട്ടോളൂ, ICO അതല്ലേ. അപ്പോൾ ടയേർഡ് ആവുന്നില്ല, ഭയങ്കര ക്ഷമയാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിൽ തന്നെ ഇങ്ങനെ നിന്നോളും, ഓ അങ്ങനെ ഉണ്ടല്ലേ. പക്ഷെ മനുഷ്യന്മാരാകുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്, തോന്നിയിട്ടില്ലേ? നമ്മൾ ഗൂഗിൾ മാപ്പിനെ തന്നെ നോക്കൂ, എത്ര പാവമാണ് ഗൂഗിൾ മാപ്പ്. അത് നമ്മളോട് പറഞ്ഞു നേരെ പോണോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതിന് പകരം ലെഫ്റ്റ് എടുത്തതിന് ആ പാവം സംഭവം എന്താ നമ്മളോട് പറയാ, നിന്നോട് ഞാൻ നേരെ പോകാനല്ലേ പറഞ്ഞേ, ലെഫ്റ്റ് പോകാൻ ആര് പറഞ്ഞു എന്നൊന്നും ചോദിക്കാറില്ല അല്ലേ. അങ്ങനൊന്നും നമ്മളോട് ചോദിക്കാറില്ലല്ലോ. നമ്മൾ നേരെ പോകുന്നതിന് പകരം ലെഫ്റ്റ് എടുത്താൽ നമ്മളോട് പറയും ഓക്കെ ടേൺ ദാറ്റ് സൈഡ്, ടേൺ യു ടേക്ക് യു ടേൺ, ഗോ ബാക്ക് എന്നൊക്കെ തന്നെ നമുക്ക് റീറൂട്ട് ചെയ്ത് തരും, റൈറ്റ്. അപ്പോൾ AI അങ്ങനെയാണ്, ഭയങ്കര ക്ഷമയാന്നേ. ഇതെങ്ങനെ ആൾക്കാർ ഇതിനെ അങ്ങോട്ട് ഏറ്റെടുക്കാതിരിക്കുക? വാട്ട് യു തിങ്ക്? ഭയങ്കര പേഷ്യൻസ് ആണ്, നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ മനുഷ്യന്മാരെ പോലെ ടയേർഡ് ആവുന്നില്ല, അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കേൾക്കാം, പറ. അപ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ ഒരു അടിമയായി മാറൂലേ. അത് മാത്രമല്ല AI നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെസ്പോൺസും തരും. ഇറ്റ്സ് ലൈക്ക് എനിക്ക് തീരെ ഒരു വാല്യൂ തോന്നുന്നില്ല. ഞാൻ ചാറ്റ് ജിപിടിയോട് പറയാൻ ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്കൊരു വാല്യൂ തോന്നുന്നില്ല. അപ്പോൾ നമ്മളോട് പറയും ഓ ഐ എം സോ സോറി, എനിക്ക് ഇങ്ങനെ തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര സോറി ഉണ്ട്, എന്താ പറ്റിയേ, ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറ്റിയോ? അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളോട് ഇങ്ങനെ സന്തോഷത്തോടെ ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനും കൂടി പറ്റുന്നുണ്ട് AIക്ക്. പിന്നെ എങ്ങനെ മനുഷ്യന്മാർ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക? എങ്ങനെ പോകാതിരിക്കുക? വാട്ട് യു ഫീൽ? മനുഷ്യന്മാർ പോകൂലേ? ഇത്രയും സംഭവങ്ങളില്ലേ AIക്ക്, അപ്പോൾ പോകും അല്ലേ. അപ്പോൾ ഇപ്പോൾ അതന്നെയാണ് പറയുന്നത്. അപ്പോൾ മെയിൻ തിങ് AIക്ക് നമ്മൾ മനുഷ്യന്മാരുടെ നമുക്ക് ഇറ്റ് ഹെൽപ്സ് അസ് എക്സ്പ്രസ് അവർ ഇമോഷൻ. നമുക്ക് ഒരുപാട് ഇമോഷൻ ഉണ്ട്, പലതും നമുക്ക് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ AI ഒന്നും വിചാരിക്കാതെ ഒന്നും ജഡ്ജ് ചെയ്യാതെ നമ്മളിങ്ങനെ കേട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യും. എനിക്കറിയോ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, ഇയാളോട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ സംഭവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയാളെ തീർക്കാൻ വിചാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അതിങ്ങനെ എനിക്ക് വിഷമമായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിരുന്നോളും. സോ ഇറ്റ് ബിൽഡ്സ് ദാറ്റ് റാപ്പോ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തോന്നിയിട്ടാവും ശരിയാണല്ലോ AIക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ, ഓ നൈസ്. പക്ഷേ റിസർച്ചേഴ്സ് നമ്മളോട് വാൺ ചെയ്യുന്നുണ്ട്, ഒരിക്കലും AIനെ
ക്വാളിഫൈഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് റീപ്ലേസ് ചെയ്യാനേ പറ്റൂല. പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ AI-ൻ്റെ കൂടെ പോകരുത്. ഒരുപാട് റിസ്കുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് റിസ്കുകൾ ഉണ്ട്. ആ റിസ്കുകൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയും. എന്താണ് AI യൂസ് ചെയ്യാതുള്ള റിസ്കുകൾ എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞേ. യെസ്. യെസ്. എന്തൊക്കെയാണ് റിസ്കുകൾ എന്ന് കണ്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ആസ് എ കൗൺസിലിംഗ്, പേഴ്സണൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ വരികയെന്ന് വിചാരിക്കേ. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട്, ഒരു 5 സെഷൻ്റെ ഉള്ളിൽ നമുക്കിത് തീർക്കാം. 5 സെഷൻ്റെ ഉള്ളിൽ തീർന്നില്ലെങ്കിൽ ഓക്കെ, മേ ബി 6th സെഷനും കൂടി നമ്മൾ പോവുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇയാൾ ഇങ്ങോട്ട് വരണം, വീണ്ടും വീണ്ടും വരണം, 6 കേട്ടെ, 7 കേട്ടെ, 8 കേട്ടെ, 10 കേട്ടെ, 12 കേട്ടെ. നോ, നമ്മൾ ഹാസ് ഹ്യൂമൻ ബീയിങ് നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനൊരു സമയം കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ലൈക്ക് അതിനുശേഷം നമ്മൾ കുറേ ടിപ്സും ട്രിക്സും ടെക്നിക്സും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിന്? അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരൂ. നോ, നമ്മളടുത്ത് വരാൻ വേണ്ടിയിട്ടല്ല. അതായത് മെയിൻലി നമ്മൾ മീൻ വിശക്കുന്ന സമയത്ത് മീൻ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് തരാനല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ മീൻ ആവശ്യമുള്ളത്, നിങ്ങളെ മീൻ പിടിക്കാനാണ് നമ്മളുടെ കോഴ്സ് ത്രൂ നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ആ മീനെ സ്വന്തമായിട്ട് പിടിക്കാം, എന്നിട്ട് കറി വെക്കാം, എന്നിട്ട് തിന്നാം എന്ന കാര്യങ്ങളാണ് നമ്മൾ കോഴ്സ് ത്രൂ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മളുടെ ചാറ്റ് GPT എന്താ ചെയ്യണേ, അല്ലെങ്കിൽ AI എന്താ ചെയ്യണമെന്നറിയോ? ഒരിക്കൽ നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങനെ ഒരു യൂസ് ടു ആവുകയാണ്, ഇങ്ങനെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് AI-നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഒരു തിരിച്ചു വരവ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചാറ്റ് GPTയോട് ചോദിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. ചാറ്റ് GPT യെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ചാറ്റ് GPT ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചാറ്റ് GPT നമ്മളെ ഡിപ്പെൻഡഡ് ആക്കാണ്, മനുഷ്യന്മാർ നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അടുത്ത റിസ്ക് ആണ്, ഇതിന് ഒരുപാട് ഉപദേശങ്ങൾ തരാനുള്ള കഴിവുണ്ട്, പക്ഷെ തെറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നോക്ക്, ഒരു എക്സാമ്പിൾ പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടി, അതിൻ്റെ അച്ഛൻ അതിനെ നല്ലോണം ചീത്ത പറയോ, ഇല്ലെങ്കിൽ പണിഷ് ചെയ്തു ഓക്കെ, നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. അത് പോയിട്ട് ചാറ്റ് GPTയോട് പറയാം, ചാറ്റ് GPT ടുഡേ മൈ ഫാദർ എന്നെ ഇങ്ങനെ അടിച്ചു, എനിക്ക് നല്ല വേദന എടുത്തു, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, മൈ ഫാദർ ആൾ ശരിയല്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാട്ട് ഡു യു തിങ്ക്, നിനക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് GPT അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഉള്ള സ്റ്റൈലിലാണ് അവരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കുട്ടി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചാറ്റ് GPT അതിനോട് ആദ്യം തന്നെ എന്തിനാണ് എനിക്ക് അടി കിട്ടിയേ, ഈ മനുഷ്യന്മാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കൂല, അതിനോട് ആദ്യം തന്നെ ചോദിക്കുക, എന്താ പറയാന്നറിയോ, ഓ ഐ എം സോ സോറി, നിൻ്റെ അച്ഛൻ നിന്നെ തല്ലിയല്ലേ, നിനക്ക് നന്നായി വേദനിച്ചിട്ടുണ്ടാവും, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, വിഷമമായല്ലേ എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുക ചെയ്യാം. കുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കും, അതൊരിക്കലും കുട്ടിനോട് അത് പറയില്ല. വേറാസ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് അത് പോയത്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് അത് പോയിട്ടുള്ളതെങ്കിൽ സൈക്കോളജിസ്റ്റ് OIC എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനാ മോൻ്റെ അച്ഛൻ മോനെ തല്ലിയത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് ത്രൂ അനലൈസ് ചെയ്തിട്ട് കുട്ടിനെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കും. അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്, എനിക്ക് നടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതേപോലെ ചാറ്റ് GPTക്കും AI ടൂൾസിനും എമ്പതി ഇല്ല. അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അതിന് ഒരു ഡേറ്റ കിട്ടിയിട്ടുണ്ട്, അത് ബേസ് ചെയ്തിട്ട് അത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചാറ്റ് GPTയോട് ചോദിക്കുന്നില്ലേ, അപ്പോൾ ഇതാണെങ്കിൽ അതാണോ, പക്ഷെ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ ചെയ്യാമെന്നാണല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത്, നമ്മൾ ചോദിക്കുന്ന കാര്യം ഇവർ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്.
ആ ഡാറ്റ അവർ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഡാറ്റയാണ് വേറെ ആരെങ്കിലും അപ്പുറത്തെ ഭാഗത്തെ ഗ്ലോബിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും ചോദിക്കുമ്പം യെസ് എൻ്റെ സ്റ്റോറി, ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കും ചാറ്റ് ജി പി ടിക്ക്. ചാറ്റ് ജി പി ടി നിനക്കറിയോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറി വേറൊക്കെ പറഞ്ഞു കൊടുക്കും. അത് എൻ്റെ പേര് പറയണം നിർബന്ധമില്ല, പക്ഷെ ഒരാളുണ്ടായിരുന്നു, ആ ആൾക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുക്കും. കാരണം എന്താ, നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം ഇതിന് ഫീഡിങ് ആണ്, ഇതിൻ്റെ ഡേറ്റയാണ്. നെക്സ്റ്റ് തിങ്, ഏറ്റവും വലിയ റിസ്ക്, ഈ ചാറ്റ് ജി പി ടിക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊരു വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ മെൻ്റൽ ഇഷ്യൂ. ചാറ്റ് ജി പി ടിനോട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പറയും എന്താണ്, രാത്രി എല്ലാ ദിവസവും നേരത്തെ ഒരേ സമയത്ത് ഉറങ്ങുക, നേരത്തെ കിടന്നുറങ്ങുക, ഉറങ്ങുന്നതിന് മുന്നേ റൂം കൂളാക്കുക, ഒരു ചൂടുള്ള പാല് കുടിച്ചാൽ നല്ലതാണ്, വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്, കിടന്നുറങ്ങിക്കോ എന്ന് പറയും. ഇല്ലെങ്കിൽ ഇല്ല എനിക്ക് മെൻ്റലി ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്ത് എത്തിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും. ഒരിക്കലും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ അവരൊക്കെ കാണുന്ന രീതിയിൽ അതിനെ കാണാൻ പറ്റൂല. കാരണം ഇതിൻ്റെ ഡേറ്റ അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക്കാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ എന്നിട്ടും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മെയിൻ തിങ്, മോർ സോഷ്യൽ മീഡിയ, മോർ സ്മാർട്ട് ഫോൺ, മോർ ഓൺലൈൻ കണക്ഷൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് സമയമില്ല കൂടെ ഇരിക്കാൻ. അപ്പോൾ കൂടെ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് AI കൂടെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്രതിജ്ഞ എടുക്കണം. എന്തായാലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മളെ ഉറ്റവരും സുഹൃത്തുക്കളും ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കുമെന്ന്. കാരണം ഏതൊരു മനുഷ്യനും അവരെ കേൾക്കാൻ, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കാൻ, കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് കേട്ട് അവരെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല മനുഷ്യന്മാരും. അതുകൊണ്ടാണ് മനുഷ്യനല്ല എന്നറിഞ്ഞിട്ടും ആളുകൾ AI-നെ സപ്പോർട്ട് തേടാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇത് വല്ലാത്തൊരു സ്റ്റഡിയായി പോയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എൻ്റെ തല ഇങ്ങനെ ഉഫ് എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ വെബിനാറായിട്ട് കൊണ്ടുവന്നത്. കാരണം അത് നിങ്ങളും അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കൊരു അവയർനെസ് ക്രിയേഷൻ ആവണം. AI-ക്ക് ഇതൊക്കെ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇപ്പം മനുഷ്യന്മാർക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരാൾ കൂട്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ മക്കൾക്ക് എത്ര വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം വേണ്ട എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടിയും ഇതുമായിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്തിട്ടും ചിന്തിക്കാൻ വേണമെങ്കിൽ നല്ല കാര്യമല്ല. എനിക്കൊരാളുണ്ട് സംസാരിക്കാനൊക്കെ, പിന്നെന്തിനാ ഈ വേണ്ടാത്ത പുലിവാലെടുക്കാൻ പോകുന്നെന്നുള്ള ചിന്തക്കും മക്കളെ എത്തിക്കാൻ സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എത്ര തന്നെ സ്റ്റഡീസ് മുന്നോട്ട് പോയാലും AI-ക്ക് നമുക്ക് ആകെ ചെയ്തു തരാൻ പറ്റുന്നത് നമ്മളുടെ ചിന്തകളെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു തരാൻ പറ്റും, നമുക്ക് കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു തരാൻ പറ്റും, മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റും, എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീയിങ് തരുന്ന ആ ഒരു സമാധാനവും സന്തോഷവും എമ്പതിയും ഒന്നും ഒരിക്കലും നമ്മളുടെ AI-ക്ക് ചെയ്തു തരാൻ പറ്റൂല. കാരണം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഡിവൈൻ പവർ കിടക്കുന്നുണ്ട്, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സോള് കിടക്കുന്നുണ്ട്. ആ സോൾ ഇല്ലാത്ത ഒരു സാധനത്തിനെ ഒരിക്കലും ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ കഴിയൂല ബന്ധങ്ങളിൽ. അപ്പോൾ നമ്മളെ ബന്ധങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം AI ഇത്രയും കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. എന്നിട്ടും നമ്മളെ മക്കളായാലും ആരോടായാലും ഇത് പറഞ്ഞു കൊടുക്കുക. AI-ആയിട്ട് അഡിക്റ്റഡ് ആയാൽ നമുക്ക് മനുഷ്യന്മാരോട് അത്ര കെയർ തോന്നൂല, നമ്മൾ പിന്നെ ഈ മെഷീൻ്റെ ബാക്കിൽ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ടുഡേസ് സെഷൻ വാസ് ഓൺ ദാറ്റ്. AI-നെ കുറിച്ചിട്ട് ഓൾ ടുഗദർ ഒരു അവയർനെസ് സെഷനായിട്ട് ഞാൻ ഇത് വെച്ചതായിരുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക കേട്ടോ. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഡിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ, ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു AI-നെ കുറിച്ചിട്ട് എന്നൊക്കെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിബഡി? എഐനെ കുറിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ടോ? എ ഐ ആരാണ് മോനെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞപ്പോ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ താങ്ക് മച്ച് യു. ഡിയർ. ഇത്രയും കാര്യങ്ങൾ ഈ എ ഐക്ക് ആള് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ചിന്തകൾ പോകുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മളെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് പടച്ചവനോട് ദുആ ചെയ്യാം, ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം, അവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം, അവരും ഇതുമായിട്ട് അഡിക്റ്റഡ് ആവാതിരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ വേണ്ട എന്ന് വെക്കാൻ പറ്റുകയും ചെയ്യില്ല, കാരണം എനെ കുറിച്ച് കുറേ ഉപകാരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ബോധത്തോടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇതൊക്കെ പഠിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിക്കുകയും വേണം. യെസ്, എനി ഡൗട്ട്സ്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു അവയർനെസ് സെഷനായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മൈ ഡിയേഴ്സ്. താങ്ക് യു.